എക്സ്പ്ലോർ ഹൊറൈസോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീക്കു പാർക്കിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ചിൽഡ്രൻ സീറ്റ് വ്യൂ പോയിൻ്റ് കാണാനാണ്. പക്ഷേ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തതിനാൽ ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ച് നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്തു. അടുത്ത ദിവസം കാലത്ത് ഞങ്ങൾ ഹോട്ടലിനടുത്തുള്ള മഞ്ചക്കുട്ടി വ്യൂ പോയിൻ്റ് കാണാനാണ് പോയത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ മഞ്ചക്കുട്ടി വ്യൂ പോയിൻറ്റിലേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഇവിടെ എത്തിയത്. കാറ് പാർക്ക് ചെയ്ത് അല്പദൂരം നടന്നാൽ തന്നെ നമുക്ക് ആ മുന്നിൽ കാണുന്ന വാച്ച് ടവറിലേക്ക് എത്തിച്ചേരാം. ഇവിടെ വേറെ എൻട്രി ഫീ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. ഇവിടെ ഫെൻസിംഗ് ഒക്കെ വെച്ച് അപ്പുറത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നതായി കാണാം. ഒരുപക്ഷെ മറ്റൊരു വാച്ച് ടവർ ആയിരിക്കാം. നമുക്ക് നേരെ ഈ വാച്ച് ടവറിൽ കയറി കാഴ്ചകൾ കാണാം. കാലത്ത് നേരത്തെ തന്നെ ഇവിടെ ആളുകൾ വന്നു തുടങ്ങിയിരുന്നു. ഇവിടെ നിന്ന് കുറച്ചും കൂടി വ്യക്തമായി നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാം. ഇന്നലെ രാത്രി മഴ പെയ്തതിനാലാവാം ഇവിടെ മുഴുവൻ കോടമഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ അല്പനേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് മടങ്ങി. അപ്പോൾ ഈ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഹോട്ടൽ ഫ്രൈഡേ ഇൻ. 3500 രൂപയാണ് ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ഇവിടെ റെൻ്റ് കൊടുത്തത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹോട്ടൽ തന്നെയാണിത്. ഈ കാണുന്ന സ്ഥലത്തിരുന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ ഇയർക്കാട് ലേക്കിലേക്ക് പോയി. ആദ്യം ലേക്കിൻ്റെ അടുത്തുള്ള എക്കോ ടൂറിസം പാർക്കിലേക്കാണ് പോയത്. ഈ തൂക്കുപാലത്തിൽ കൂടി വേണം നമുക്ക് പാർക്കിൽ എത്തിച്ചേരാൻ. ഒരു ചെറിയ എൻട്രി ഫീ കൊടുത്തു വേണം നമുക്ക് ഈ പാർക്കിലേക്ക് പ്രവേശിക്കാൻ. മനോഹരമായ ഈ ലേക്കിനോട് ചേർന്നാണ് ഈ പാർക്കുള്ളത്. ഫ്രണ്ട്സും ഫാമിലിയുമായി സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പാർക്ക്. മരങ്ങൾക്കടിയിലിരുന്ന് വിശ്രമിക്കുമ്പോൾ നമുക്ക് ഈ തടാക കാഴ്ചകൾ ആസ്വദിക്കാം. അത്യാവശ്യം നടന്ന് ചുറ്റിക്കാണാനുള്ള സ്ഥലമുണ്ട് ഈ പാർക്കിന്. കുറച്ചും കൂടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഇതൊരു പ്രധാന ആകർഷണ കേന്ദ്രമായി മാറ്റാം. ഈ കാണുന്ന വാച്ച് ടവറിൽ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. ലേക്കിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ വാച്ച് ടവറിൽ നിന്ന് ആസ്വദിക്കാം. അങ്ങനെ അല്പസമയം ഇവിടെ ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ബോട്ടിങ്ങിന് പോയി. ഞങ്ങൾ മോട്ടോർ ബോട്ടാണ് എടുത്തത്. 600 രൂപയാണ് ഈ ബോട്ടിങ്ങിൻ്റെ ചാർജ്. ഞങ്ങളുടെ ഒപ്പം വേറൊരു ഫാമിലിയും ചേർന്ന്
ഷെയർ ചെയ്താണ് ഞങ്ങൾ ഈ ബോട്ടിങ്ങിന് പോയത്. 10 മിനിറ്റാണ് ഈ ബോട്ട് യാത്ര. പക്ഷേ ഞങ്ങൾക്ക് 10 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ലേക്ക് ചുറ്റി ഞങ്ങളെ കൊണ്ടാക്കി. ഇവിടെ പെഡൽ ബോട്ടിങ്ങും അതുപോലെ റോ ബോട്ടിങ്ങും നമുക്കിവിടെ കാണാം. ഏർക്കാട് വരുന്നവരുടെ ഒരു പ്രധാന ആകർഷണം ഈ ലേക്കിലെ ബോട്ടിംഗ് തന്നെയാണ്. ഒരു അടിപൊളി ബോട്ട് റൈഡ് തന്നെയായിരുന്നു ഇത്. അങ്ങനെ ഈ ബോട്ടിങ്ങിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കരടിയൂർ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെ നമുക്ക് 2 കരടികളുടെ സ്റ്റാച്യു എൻട്രൻസിൽ വെച്ചിരിക്കുന്നത് കാണാം. കൂടാതെ നല്ലൊരു നടപ്പാതയും ചുറ്റു ചെടികളും പൂക്കളും വെച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ലേക്കിൽ നിന്ന് 12ഓളം കിലോമീറ്റർ ദൂരമുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. 1 കിലോമീറ്റർ മഡ് റോഡിൽ കൂടി വേണം നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. മഡ് റോഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു എൻട്രി ഫീ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ കയറി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇവിടെയും മുഴുവൻ കോടമഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചകളെല്ലാം തടസ്സപ്പെട്ടിരുന്നു. അല്പസമയം ഇവിടെ കാത്തിരുന്നിട്ടും കോടമഞ്ഞൊന്നും പോവാത്തതിനാൽ ഞങ്ങളിവിടെ ചുറ്റി നടന്ന് കാണാൻ തീരുമാനിച്ചു. ഒരു ചെറിയ സ്ഥലമാണിത്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പുല്ലും പൂക്കളും ചെടികളുമായി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ വാഷ്റൂം സൗകര്യം നമുക്കിവിടെ ഇല്ല. ഞങ്ങൾ വന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു. എന്നിട്ട് പോലും അധികം തിരക്കൊന്നും നമുക്കിവിടെ അനുഭവപ്പെട്ടില്ല. അങ്ങനെ അല്പനേരം ഇവിടെ ചുറ്റി നടന്ന് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴി കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗി സ്റ്റാച്യു കാണാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അധികം സമയം വഴിയിൽ ചെലവഴിക്കാതെ ഞങ്ങൾ നേരെ ആദിയോഗി കാണാൻ പോയി. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂരുള്ള ഇഷ ഫൗണ്ടേഷനിലെത്തി. ഇവിടെ വരാൻ നമുക്ക് എൻട്രി ഫീ ഒന്നും കൊടുക്കേണ്ടതില്ല. ഈ പാർക്കിംഗ് ഫീ മാത്രമാണ് നമുക്കിവിടെ കൊടുക്കേണ്ടതുള്ളൂ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. ഇരുട്ടാവുന്നതിന് തൊട്ടു മുമ്പ് തന്നെ എത്തിയതുകൊണ്ട് നമുക്ക് പകൽ വെളിച്ചത്തിൽ തന്നെ സ്റ്റാച്യു കാണാൻ സാധിച്ചു.
ആദിയോഗി സ്റ്റാച്യുയെ കുറിച്ച് പറയുകയാണെങ്കിൽ 112 അടി ഉയരമുള്ള ഈ സ്റ്റാച്യു 2017 ഉദ്ഘാടനം ചെയ്തത്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. ഒരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് ഇവിടെ വന്നാൽ ലഭിക്കുക. ഇവിടെ നമുക്ക് ആളുകൾ പ്രാർത്ഥനയും പൂജയും മറ്റും ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ഏഴുമണി കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പ്രോഗ്രാം ഉണ്ട് ഇവിടെ. അത് കണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുവരെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. അപ്പോൾ ആ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയൊരു പുതിയ യാത്രയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. शिव शिव सर्वेश्वराय शम्भो शम्भो